ഹലോ, അപ്പോൾ നമ്മുടെ തേർഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടുന്ന് യാത്ര പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെൻഡിയിൽ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു എന്ന് മാത്രം. നേരെ ഞങ്ങൾ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണ് ഇവിടെ പൊതുവേ. അപ്പോൾ 2 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ബോത്ത് ബൊഫേ ആണ്. അത് രണ്ടും നല്ല അടിപൊളിയായിരുന്നു. എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ഫുഡ്. അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വിടുന്നത് നമ്മൾ ഇങ്ങോട്ടാ പപ്പറ. നമ്മൾ KTDC വിട്ടു. നല്ല റൂമെല്ലാം വളരെ നന്നായിരുന്നു. അവരുടെ സർവീസ് എല്ലാം വളരെ നന്നായിരുന്നു. ഇനി വീണ്ടും വരണമെന്നുള്ളൊരു ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ട് പുറപ്പെടുക. വളരെ അധികം സന്തോഷം തോന്നി. അവരുടെ അടുത്ത് നമ്മൾ എങ്ങോട്ടാ പോണേ? ഫോർട്ട് കൊച്ചി. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി എത്തിയപ്പോൾ എല്ലാവർക്കും വാട്ടർ മെട്രോ കാണണം കയറണം എന്നുള്ളൊരു ഭയങ്കരമായ ആഗ്രഹം തോന്നി. ഇപ്പോൾ അടുത്ത് തുറന്നാണല്ലോ, അപ്പോൾ ഞാനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതുവരെ നമ്മൾ മെട്രോ ലാൻഡിലൂടെയുള്ള മെട്രോ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ഇപ്പോൾ ജംഗ്ഷൻ്റെ അവിടേക്ക് വന്നു. ഫോർട്ട് കൊച്ചി സ്റ്റേഷനാണിത്. ഇവിടെ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ ഇങ്ങോട്ട് എത്തി. അവിടുന്ന് ഉള്ള വ്യൂ ഒക്കെ രസമാണ്. പക്ഷേ വാട്ടർ മെട്രോ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയിട്ട്. കാരണം നല്ല ഒരു ഇൻ്റർനാഷണൽ ലുക്കൊക്കെ ഉള്ള പോലെയൊക്കെ ഒരു ഫീൽ തോന്നി. നല്ല രസമുണ്ട്. ലുക്ക് ആൻഡ് ഫീൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഒരു ബ്ലൂ കളറൊക്കെ കൊടുത്ത് നല്ല ആ ഒരു സീനോടൊക്കെ ചേരുന്ന പോലത്തെ ഒരു അടിപൊളി വൈബാണത്. പിന്നെ മാത്രമല്ല, ഞങ്ങളുടെ ഭാഗ്യത്തിന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അധികം തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല എംപ്റ്റി ആയിട്ടുള്ള മെട്രോയിൽ കയറാൻ പറ്റി. ഇത് ഞാൻ പറയാൻ കാരണം തിരിച്ചു വരുമ്പോൾ ഭയങ്കര സീനായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് സൈഡിലെ സീറ്റൊക്കെ ഇരിക്കാൻ പറ്റി. അങ്ങനെ ഫോർട്ട് കൊച്ചി നമ്മൾ സ്റ്റാർട്ടാക്കി. ഇനി ഹൈക്കോർട്ട് ജംഗ്ഷൻ വരെയുള്ള തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ കാണുന്നതാണ് വൈപ്പിൻ പാലം. അമ്മ ഇങ്ങനെ ഇത് കൂടെ പോകുമ്പോൾ അമ്മ ചെറുപ്പത്തിൽ പോയ കഥയൊക്കെ പറയുമായിരുന്നു. ഫസ്റ്റ് കൊച്ചിയിൽ വന്നൊരു കഥയൊക്കെ പറയുമായിരുന്നു. ഞങ്ങളങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ തുടങ്ങി. നല്ല രസമായിരുന്നു. ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. കാരണം വലിയ ഗ്ലാസ് ആയിട്ട് നല്ല വ്യൂ കാണും. അതുകൂടെ നമുക്ക് നല്ല വിശാലമായി കിടക്കുന്ന വെള്ളം ഇങ്ങനെ കണ്ടുപോകാൻ ഒരു പ്രത്യേക കുളിർമ തന്നെയാണ് എന്നൊക്കെ പറയാം. പക്ഷെ എന്തല്ലേ ഒരു വ്ളോഗർ. അപ്പോൾ പുറത്ത് നോക്കണം, പിന്നെ ക്യാമറ പിടിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മൂടൊക്കെ മാറിയതുകൊണ്ടാണ് ഞാൻ പിന്നെ മുടിയൊക്കെ ഭയങ്കര വീട്ടിലൊക്കെ ഇരിക്കണ പോലെയൊക്കെ കെട്ടി ഭയങ്കര കൂളായിരിക്കാൻ തുടങ്ങി. ഭയങ്കര ചൂടായിരുന്നു ഒന്നാമത്, അതാണ് സംഭവം. അപ്പം എൻ്റെ സ്വഭാവമൊക്കെ മാറും. അങ്ങനെ നമ്മളൊരു തുറമുഖമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ കപ്പലൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ എല്ലാവർക്കും പല പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തോന്നാൻ തുടങ്ങി. എങ്ങനെ ലോഡ് ഇറക്കും, എങ്ങനെ ലോഡ് കയറ്റും. അപ്പോൾ ഇങ്ങനെ അച്ഛൻ മറ്റേ ഗൾഫിലുണ്ടായിരുന്ന കഥയും ഇങ്ങനെയൊക്കെയാണ് ലോഡ് ഇറക്കിയിരുന്നത്. ഗൾഫിൽ ഏതോ ഒരു പാക്കേജ് ONO എന്തോ ഒരു സംഭവം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അവിടെ കഥയായിരുന്നു. പക്ഷേ വീഡിയോയിലെ വോളിയം അത്ര നന്നല്ലാത്തതുകൊണ്ട് ഞാനത് ലൈവായിട്ട് ഇട്ടില്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ അടുത്ത കരയും തേടി നടക്കുകയാണ് സുഹൃത്തുക്കളെ. നടക്കുകയല്ലേ, വൈപ്പിനിലേക്കുള്ള പാലം, ഓസറി പാലം, വൈപ്പിൻ. അതാണ് ഇത്ര റിച്ച് ഹോട്ടൽ.
എതിർദിശയിൽ അതാ വേറൊരു മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നു. അതാ ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതന്നെ സെയിം സംഭവം, എല്ലാം ഒരേപോലെ കാണാൻ. ബസ് സ്റ്റാൻഡ് പോലെ നമ്മുടെ അടുത്ത ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വണ്ടികൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇടുന്ന പോലെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ മെട്രോയും പിന്നെ ഓരോ പ്ലാറ്റ്ഫോമിൽ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന മെട്രോയാണ്. അപ്പോൾ അത് അപ്പുറത്ത് വേറെ സ്ഥലത്തേക്ക് വൈപ്പിനിലേക്ക് പോകുന്ന മെട്രോ ആണെന്ന് തോന്നുന്നു. അതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ ഇത് പാർക്ക് ചെയ്യണം. തിരിച്ച് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളുടെ സ്ഥലം, അതായത് ഹൈക്കോർട്ട് ജംഗ്ഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. വണ്ടി മെല്ലെ ഇങ്ങനെ അടുപ്പിച്ച് പാർക്ക് ചെയ്യാനുള്ള പരിപാടികളാണ്. ഈ വണ്ടി എങ്ങനെയാണ് ഓടുന്നത് എന്നുള്ളതിന് ഉത്തരവാണ് നിങ്ങളിപ്പോൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാർജിങ് സ്റ്റേഷനാണ്. നമ്മുടെ ഇലക്ട്രിക് പവർ വെഹിക്കിൾസിൻ്റെ ഒക്കെ പോലെ ചാർജിങ് സ്റ്റേഷൻ അത് അവിടെ കാണുന്നു. അവിടെ ഇട്ട് ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ എണീറ്റ് അടുത്ത് തിരിച്ചു പോകുന്നതിനും. അങ്ങനെ ഹൈക്കോർട്ടിൽ ഇറങ്ങി ഞങ്ങൾ മറൈൻ ഡ്രൈവിലൂടെ നടന്നു. അതിൻ്റെ ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. കാരണം നല്ല വെയിലുകൊണ്ട് ചിരടങ്ങിയിരിക്കുന്നുണ്ടായിരിക്കുന്നു. ആ ഫോട്ടോ കണ്ടറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹൈക്കോർട്ടിൽ ജംഗ്ഷനിൽ വന്ന് തിരിച്ച് ഒരു മെട്രോ കയറി. കണ്ടോ, തിരിച്ച് കയറിയപ്പോഴുള്ള അവസ്ഥയാണത്. നല്ല തിരക്കായിരുന്നു. ഇത്രയും ആൾക്കാരൊക്കെ ഇതൊരു ആൾക്കാർ ഇത് കഴിഞ്ഞൊരു സെറ്റും കൂടെ ഒക്കെ ഈ അവിടെ ക്യൂ ചെയ്ത് വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കണ്ടൊരു മനോഹരമായ കാഴ്ചയാണ് ഈ കപ്പലിൻ്റെ. ഇത്രയും വലിയൊരു കപ്പൽ നമ്മളിതിൻ്റെ കൂടെ പോകുന്നത്. അങ്ങനെ തിരിച്ച് ഫോർട്ട് കൊച്ചി ചെയ്തോളും വിശന്ന് കണ്ണ് കാണാനില്ലാണ്ടായി ഞങ്ങൾ പിന്നെ ഫുഡ് തപ്പി അടക്കായിരുന്നു. അപ്പോഴാണ് പാരഗൺ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. പാരഗൺ ബിരിയാണി കഴിക്കാൻ എനിക്ക് കുറേ കാലമായി ആഗ്രഹമുണ്ട്. വിനീത് ശ്രീനിവാസൻ്റെ റീല് കണ്ടപ്പോൾ മുതൽ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഭയങ്കര ക്യൂ ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് ശേഷം അവസാനം ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഒരു ലൈൻ പറഞ്ഞു. പിന്നെ എല്ലാവരും ചിക്കൻ ബിരിയാണി പറഞ്ഞു, ആമി മാത്രം നൂഡിൽസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയപ്പോൾ ഭയങ്കര ആക്രാന്തമായിരുന്നു. പക്ഷേ എന്താ പറയാനുള്ള, ഫുഡ് കിട്ടി കഴിച്ചു അതന്നെ. പക്ഷേ അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് പാരഗൺ ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിത് കോഴിക്കോട് നിന്ന് കഴിക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പിയായി ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ. നാട്ടിൽ വന്നൊരു പാരഗൺ ബിരിയാണി കഴിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇത് എന്നുള്ളത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ കാണുന്നത്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഏതാ സ്ഥലം എന്ന്. ഫോർട്ട് കൊച്ചിയുടെ സ്ട്രീറ്റാണ്, ബർഗർ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. അതും പ്രിൻസസ് സ്ട്രീറ്റുമാണ് ഞങ്ങൾ കണ്ടത്. ജസ്റ്റ് അത് കൂടെ ഇങ്ങനെ ഓടി നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു. അമ്മമാർ രണ്ടുപേരും ഉഷാറായിരുന്നു. പക്ഷേ അച്ഛനും ആമിയൊന്നും വരാൻ കൂട്ടാക്കിയില്ല. പിന്നെ അപ്പവും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ, വീഡിയോഗ്രാഫർ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുമ്പിൽ നടന്ന് ചുമ്മാ നടക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാൻ ആളുണ്ടല്ലോ അങ്ങനെ. പക്ഷേ അവന് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ജൂസ് സ്ട്രീറ്റിൽ പോകണം എന്നുണ്ടായിരുന്നു, മട്ടാഞ്ചേരി. അത് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കൂടെ ജസ്റ്റ് ഓടി നടന്ന് കണ്ടു. ഇങ്ങനെ കുറച്ച് സ്ട്രീറ്റ്സിലെ ഷോപ്സൊക്കെ ഇങ്ങനെ കണ്ടു. ഇങ്ങനെയൊക്കെ പാടായിട്ട് ഈ പ്രിൻസസ് സ്ട്രീറ്റ് കോമഡി എന്താ വെച്ചാൽ, ഈ പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു സംഭവമാണ്. എഡിൻബറോയിൽ പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പ്രിൻസസ് സ്ട്രീറ്റ്. അങ്ങനെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടുത്തെ ഓർമ്മയിലാണ് പല ഈ പുറത്തുള്ള ആളുകൾ ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൊണ്ടായിരിക്കും ഇങ്ങനത്തെ സ്ട്രീറ്റ് നെയിംസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സത്യം പറയാലോ, കുമരകത്തിന് പോകുന്നത് പോലെ നമ്മൾ വെള്ളത്തിലാണ്. അയ്യോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വെള്ളടിയല്ല, വെള്ളത്തിലാണെന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ തുടങ്ങുന്ന മുതലേ ബോട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം മെട്രോയിൽ പോയി. അത് കഴിഞ്ഞ് അവസാനം വരെ ഇത് നിന്നില്ല എന്നുള്ളതാണ് ഞാൻ. കാരണം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വീണ്ടും വൈപ്പിനിലെത്തണമെങ്കിൽ ജങ്കാർ യൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെയും നമ്മൾ വാട്ടറിൽ തന്നെയായിരുന്നു. ഇനി ജീവിതത്തിൽ വെള്ളത്തിൽ കൂടെ ഒന്നിനും പോകണ്ട ഇനി കുറച്ച് കാലത്തിന് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങോട്ടും വാട്ടർ സർവീസ് വേണ്ട എന്നുള്ളൊരു കാരണം ഫുൾ 3 ദിവസവും ഫുൾ വെള്ളത്തിൽ കൂടെ ഉള്ള പരിപാടി അത് കാരണം. പക്ഷേ പല ആളുകൾക്കും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു, ഇങ്ങനെ ജങ്കാറിലൂടെ പോകാൻ പറ്റുന്നൊക്കെ. അമ്മയ്ക്കൊക്കെ ഭയങ്കര അത്ഭുതമായി പോയി. അങ്ങനെ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അയാൾ വിചാരിക്കും ഞാൻ എന്താ അയാളെ ഇങ്ങനെ എടുക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോയും കൂടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഒരു രാത്രി 10 മണിയോട് കൂടിയൊക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ, ഇനി ഞാൻ കുറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് നാട്ടിൽ പോയിട്ട്. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് വരാൻ കിടപ്പുണ്ട്.
ഡോണ്ട് വറി. അപ്പോൾ അതുവരെ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവരോടും, ഇത് കാണുന്ന എല്ലാവരോടും താങ്ക്സ്. ആൻഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പം എന്നാൽ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ.